ചേട്ടൻ ഇതിന് പിന്നെ അവിടെ ഇരുന്നിട്ട് മറ്റേ ഇത് ഒരു അമേരിക്കക്കാരൻ വായിക്കുന്നത് എങ്ങനെയാന്ന് കേൾപ്പിച്ചായിരുന്നല്ലോ, അതൊന്നുകൂടെ ഒന്ന് അമേരിക്കക്കാരൻ വായിക്കാൻ പാടായിരിക്കും അത്. എന്നാലും എങ്ങനെയായിരിക്കും എന്നാണ് ചേട്ടൻ്റെ ഒരു വ്യാസൻ എന്നൊക്കെ വായിക്കും ചിലപ്പോ. സാഹിബിന് അത് വരില്ല. സാഹിബ് വായിക്കണം വ്യാസാന സമേതം ബന്ധു എന്നൊക്കെ വായിക്കുള്ളൂ. ഞാൻ അന്നേ പറഞ്ഞാണ് ഇത്രയും ലെങ്ത് ഉള്ള പേര് വേണ്ട, ഷോർട്ട് ആയിട്ടുള്ള പേര് ഇടണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവരാരും സമ്മതിച്ചില്ല. പ്രൊഡ്യൂസറിനോട് പറഞ്ഞു, ഡയറക്ടറോട് പറഞ്ഞു, വേറെ ഒരുപാട് പേര്. ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തു പല പേരുകൾ. സത്യം. കോലാഹലം, വൻ ബഹളം. ഈ പടം എന്ന് പറയുന്നത് വൻ ബഹളമാണ്. മൊത്തത്തിൽ എല്ലാ കഥാപാത്രങ്ങളും ബഹളവും തമ്മിലടിയും ചീത്തവിളിയും വഴക്കും ഒക്കെയാണ്. അപ്പൊ അതിന് കോലാഹലം നല്ല പേരാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഇട്ടില്ല. ഇപ്പൊ അനുഭവിക്കട്ടെ. ഇത് പറയാൻ തന്നെ പാടുപെടില്ല ഇപ്പൊ ആൾക്കാര്. വ്യസന സമേതം ബന്ധുമിത്രാദി സഞ്ചയന കാർഡിൽ അടിക്കുന്നതാണ് എല്ലാം കഴിഞ്ഞിട്ട്. എന്ന് വ്യസന സമേതം ബന്ധുമിത്രാദി വായിച്ചിട്ടില്ലേ സഞ്ചയന? അല്ല ചേട്ടന് ഇങ്ങനത്തെ ചേട്ടന് ഇത്ര വ്യത്യസ്തമായ പേരുകളൊക്കെ ഇവരോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചേട്ടന്റെ ക്രിയേറ്റിവിറ്റി തൽക്കാലം കയ്യിലിരിക്കട്ടെ എന്നായിരുന്നു. ഞാൻ പൊതുവെ ടൈറ്റിൽ ഇടുന്ന ഒരാളാണ് ഞാൻ. ആണോ? ഞാൻ ഇപ്പം നമ്മുടെ എം പത്മകുമാറിന്റെ പടത്തിന് ഞാൻ 2 ടൈറ്റിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ ഇടുവില്ലെന്ന് എനിക്കറിയില്ല. ഞാനും ഇയാളും കൂടെ അഭിനയിച്ച പടം റോഷൻ മാത്യും കൂടെ, പത്മകുമാറിന്റെ പടം. അല്ല, ആ ടൈറ്റിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഇട്ട അവർക്ക് കൊള്ളാം. ഞാൻ വേറെ പടത്തിൽ അഭിനയിച്ചപ്പം നമ്മുടെ 1 ഗ്രാം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത് ബിബിന്റെ സാഹസം. നല്ല പേരല്ലേ? നല്ല പേരാ സാഹസം. ചെറിയ പേരാണ്, ചെറിയ പേരാണ്. ഈ ഐ വി ശശിയുടെ പടങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാം ചെറിയ പേരുകളാണ്. ലെങ്തുള്ള പേരേ ഇല്ല. അഹിംസ, ഇതെല്ലാം ചെറിയ ചെറിയ. ഇങ്ങനെ ഇത്രയും വലിയ നീട്ടമുള്ള പേര് ആണ് എന്ന് നമുക്കൊന്ന് ചുരുക്കാമെന്ന് പറയുമ്പോൾ സംവിധായകൻ പറഞ്ഞ ന്യായീകരണം എന്തായിരുന്നു ചേട്ടാ? അല്ല, സംവിധായകൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടു കാണും പുള്ളി. നമ്മൾ പിന്നെ അതിനകത്ത് കൂടുതൽ ഇടപെടേണ്ട കാര്യമില്ല. പറയാനുള്ള പറഞ്ഞു.